ഇന്ന് നമുക്ക് പുതിയൊരു സൂപ്പ് ട്രൈ ചെയ്താലോ. ഇന്ന് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് ബാർലി ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിനും ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനും ബ്ലഡിലെ LDL കൊളസ്ട്രോളിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്ത് കാർഡിയോവാസ്കുലർ ഡിസീസ് തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ വെജിറ്റബിൾ സൂപ്പിൽ ഉപയോഗിക്കുന്ന പോലെ കിഷു, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ ഒരു പൊട്ടാറ്റോ, ഒരു വൈറ്റ് ഒണിയൻ, പിന്നെ ഞാനിതിൽ ഒരു ചെറിയ പീസ് കോളിഫ്ലവറും കൂടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലീഫ്ലി വെജിറ്റബിൾസ് എല്ലാ സൂപ്പിനും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. സെലറി, പെത്രോസീലിയ, ഷമീർ. അപ്പം നമുക്കിതെല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് വെജിറ്റബിൾ സൂപ്പുകളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. ഹെൽത്തിയുമാണല്ലോ. നിങ്ങൾക്കെങ്ങനെയാണോ? ഈ കിഷു നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഗ്ലാസ് കട്ടിംഗ് ബോർഡാണ് കേട്ടോ. നമ്മുടെ ഫുഡിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശം വരുമെന്ന് പേടി വേണ്ടല്ലോ. നമ്മുടെ സൂപ്പിന് കുറച്ച് ഗാർലിക്കും കൂടി ആവശ്യമുണ്ട്. അപ്പം എനിക്കത് ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ ഉണ്ട്. ഇതും ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ്. ആദ്യം നമുക്ക് നമ്മുടെ സവോളയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റാൻ വെക്കാവേ. 1 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. നമ്മുടെ ഒണിയൻ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ പെത്രോസീലിയ കഴുകി അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ സൂപ്പ് കുക്കായി കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് ഒരു 1 മിനിറ്റ് മുമ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമ്മുടെ ഒണിയനിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ സൂപ്പിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ബാർലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ആ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലീഫ്ലി വെജിറ്റബിൾസും ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് ഗാർലിക് അല്ലെങ്കിൽ നമ്മുടെ ഒണിയൻ്റെ കൂടെ ചേർത്ത് വഴറ്റാൻ മറക്കണ്ട. ഇനി ഇതിലേക്ക് ഏകദേശം 2.25 ടേബിൾ സ്പൂൺ സൂപ്പ് പൗഡറും ആവശ്യത്തിന് പെപ്പർ പൗഡറും ചേർത്ത് ഇളക്കി മൂടി വെച്ച് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് അരമണിക്കൂർ വേവിക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പ് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പെത്രോസീലിയ ഇട്ട് മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിക്കുക. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബാർലി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പുകൾ എപ്പോഴും നല്ല ചൂടോടുകൂടി ഉപയോഗിക്കുന്നതാണ് നല്ലത്.